എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് വിശദീകരണം നൽകുന്നു. തത്സമയം ചെയ്യാനുള്ള 3 വീലറുകൾ ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് റിച്ചാർഡ് ഹൈ MP-യുമായി ബന്ധപ്പെടുത്തി തൃശൂർ കേന്ദ്രമായി നടത്തുകയുണ്ടായി. 7ഓളം ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് കേരളത്തിൽ ഇന്നേ വരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഹാൻഡിക്യാപ്പ് ഈ പാവപ്പെട്ട ആളുകളുടെ ദിവ്യാംഗരായ ആളുകൾക്ക് കൊടുത്തുള്ള സംരംഭം നടത്തിയത് ഞങ്ങൾ സൈനാണ്. 1820 പേർക്ക് അതിൻ്റെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. അതിലേതാണ്ട് 200ഓളം 3 വീലറുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൊച്ചിൻ ഷിപ്പ് യാർഡ് സ്പോൺസർ ചെയ്താണ്. ഞങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഈ ഫണ്ടൊന്നും ഞങ്ങൾ സൈനിലേക്ക് വാങ്ങിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ അലൻകോനാണ് അവർ വിതരണം ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത വിപുലമായ പരിപാടി ഞങ്ങൾ സൈനിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ നടത്തുകയുണ്ടായി. ഇപ്പൊ കുറെ കാലങ്ങളായി കേന്ദ്ര മന്ത്രാലയത്തിന്റെ ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയുടെ ഭാഗമായി കണ്ണുകളുടെ പരിശോധനയും ചെറിയ പരിപാടി 50 പേര് 60 പേരൊക്കെ പങ്കെടുക്കുന്നവരാണ്. 100-ൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. 2000-ഓളം ആളുകൾക്ക് സൗജന്യമായ ഓപ്പറേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ആയുഷ്മാൻ ഭാരതിന്റെ സെൻട്രൽ ഗവൺമെന്റ് പരിപാടി ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്തത്. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ട നിർധനരായ ആളുകൾ, പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗങ്ങളുടെ ആളുകളുടെ കല്യാണത്തിനുള്ള സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരെ കൊടുത്തിട്ടുണ്ട്. ചികിത്സയിലിരിക്കുന്ന ആളുകൾ, പാവങ്ങളായ ആളുകൾക്ക് ഇപ്പോൾ ഈ വൈപ്പിനിലേക്കുള്ള ലിവർ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ഞങ്ങൾ സഹായം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നടത്തുന്ന കഴിഞ്ഞ 10-12 വർഷമായി പൊതുരംഗത്തുള്ള ഒരു സ്ഥാപനമാണ് സൈൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 4 പതിറ്റാണ്ടിന് മേലെ പൊതുരംഗത്ത് പാരമ്പര്യമുള്ള ഒരാളാണ്. RSSലൂടെ പൊതുജീവിതം ആരംഭിച്ച് 15-ാം വയസ്സിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി ജയിലിൽ പോയി പൊതുജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ. സംഘപ്രചാരകനായും BJPയുടെ വിവിധ ചുമതലകളിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി ചുമതല എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സേവനം, നിസ്വാർത്ഥമായ സമീപനം, ഇത് ഞങ്ങൾ ശാഖയിലൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സേവനോന്മുഖരായി കഴിഞ്ഞ 4 പതിറ്റാണ്ട് അല്ലെങ്കിൽ 4.5 പതിറ്റാണ്ട് കാലയളവിനുള്ളിൽ ചെറുപ്പത്തിൽ മുതൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുടെ ഇടയിൽ പല ആളുകളുമായി ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പല സംവിധാനങ്ങളുമായി ഒത്തുചേരാനുള്ള സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്ന സമയത്താണ് ഇപ്പോൾ പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി സ്കൂട്ടറുകൾ വിതരണം നടത്തുന്നു, തയ്യൽ മെഷീനുകൾ വിതരണം നടത്തുന്നു, ലാപ്ടോപ്പുകൾ വിതരണം നടത്തുന്നു. ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് എന്നും മാർഗദർശിയായിട്ടുള്ള സായിഗ്രാമിന്റെ ചെയർമാനും ഗുരുതുല്യനായ അനന്തകുമാർജി എന്നോടൊരു സൂചിപ്പിച്ചു, ഈ തയ്യൽ മെഷീൻ്റെയും സ്കൂട്ടറിൻ്റെയും ഒക്കെ പരിപാടികൾ വരുന്നുണ്ട്, നല്ലതാണ്, സഹകരിക്കാം. അത് കണ്ട സമയത്ത് ഇതിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം കോഴിക്കോട് നടക്കും. ബഹുമാന്യനായ മന്ത്രി, വളരെ മാന്യനായ, അഴിമതിയുടെ കരപുരളാത്ത കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന 2 വീലർ പദ്ധതി കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ്
എൻ്റെ ഏറ്റവും ബഹുമാനരായ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ വലിയ പങ്കാളിത്തമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, ആ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക്, കുട്ടികൾക്ക് നിസ്വാർത്ഥമായി അനന്തകുമാർജിയും നേരത്തെ സൂചിപ്പിച്ച അനന്തകൃഷ്ണനും ഒക്കെ പങ്കെടുത്തിട്ടുള്ള, ഞങ്ങളാരുമില്ലാത്ത, ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനനായ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പൊതുരംഗത്തുള്ള എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ CSR ഫണ്ടുകൾ വഴി പലതും ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു പൊതുപ്രവർത്തനമാണ് ഞാൻ. ഇന്ത്യ ഗവൺമെൻറ് 2% കമ്പൽസറി ആയിട്ടുള്ള CSR ഫണ്ടുകൾ നിലവിൽ നിൽക്കുന്നു. അത് പല രംഗങ്ങളിലും ഇന്ന് പോസിറ്റീവായി ഉപയോഗിക്കുന്നു, വളരെ നല്ല സെൻസിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ഇതിൻ്റെ ഫണ്ടിങ് സംവിധാനം എങ്ങനെയാണ്? അപ്പം എന്നോട് പറഞ്ഞു, ഇത് CSR ഫണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി എനിക്കതിൽ ഭയപ്പെടേണ്ടതായ കാര്യമില്ല. CSR ഫണ്ടുകൾ വഴിയുള്ള സംവിധാനമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനുവേണ്ടി കേരളത്തിലെ സൊസൈറ്റികളെ, ഇംപ്ലിമെന്റിംഗ് ഏജൻസികളെയൊക്കെ സംഘടിപ്പിച്ചൊരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി. ആ കോൺഫെഡറേഷനിൽ ഞങ്ങളുടെ സൈൻ അംഗമല്ല. ആ കോൺഫെഡറേഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യായ മന്ത്രി നമ്മുടെ ടീച്ചറാണ്, ബിന്ദു ടീച്ചറാണ്. അതൊക്കെ നല്ല സെൻസിൽ ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ ആക്ഷേപം ഉന്നയിക്കുകയല്ല കേട്ടോ. മാനേജർ അത് കേരളത്തിലെ 100-200 സംഘടനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ കോൺഫെഡറേഷൻ. അതിൽ വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന, നമുക്കെല്ലാം ബഹുമാനിക്കുന്ന ഒരുപാട് സംഘടനകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അറിയപ്പെടുന്ന സംഘടനകൾ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ആതുര സേവന രംഗത്തും ജനങ്ങളെ സേവിക്കുന്ന രംഗത്തും എന്നും കർമ്മനിരതരായി ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുള്ള മതമേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ട്രസ്റ്റുകളുണ്ട്. ഇപ്പോൾ ദർശന ചാരിറ്റബിൾ ട്രസ്റ്റ് കോതമംഗലം അതിരൂപത രണ്ടറിലുള്ളതാണ്. 100% സേവനം നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലുള്ള ഒരുപാട് സംഘടനകൾ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പോൾ ഏറ്റവും ബഹുമാനായ നമ്മുടെ അബ്ദുൽ വഹാബ് നേതൃത്വം കൊടുക്കുന്ന JSS വലിയ സേവന രംഗത്തുള്ള സംഘടനയാണ്. അതേപോലെ തന്നെ ഒരുപാട് സൊസൈറ്റികൾ, എൻ്റെ കയ്യിൽ തന്നെ കണക്ക് ഉണ്ട്. നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലുണ്ട്, ഈ പോലീസ് സംവിധാനവുമായിട്ടുള്ള ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായ കിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ മൂത്തുകുന്നത്ത് ഏറ്റവും സേവന സന്നദ്ധമായ സ്ഥാപനമുണ്ട്. അങ്ങനെ രാജ്യത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ, കൊച്ചി ദേവസ്വം ബോർഡ് വരെയുണ്ട്. ഈ സംഘടനകൾ മുഴുവൻ ഇതിലെ അംഗമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഇതിൽ പങ്കെടുത്തിട്ടുള്ള പൊതുപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം നിസ്വാർത്ഥമായിട്ടാണ് ഇതിൽ പങ്കെടുത്തതായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ടീച്ചറാണെങ്കിലും ശിവൻകുട്ടിയാണെങ്കിലും ഞങ്ങളാണെങ്കിലും ഐവീഡനാണെങ്കിലും ആര് പങ്കെടുത്ത് എല്ലാവരും ജനസേവനത്തിൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ഒരുപാട് സംഘടനകൾ ഇതിൻ്റെ ഭാഗവാക്കാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ അറസ്റ്റും പരിപാടികളും ഒക്കെ വരുന്ന സമയത്ത്, എല്ലാ പരിപാടികളും വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിനിടയ്ക്കിടയ്ക്ക് അന്വേഷണം നടത്തി, എന്താണ് ഇതിൻ്റെ മുന്നോട്ട് പോകും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങളൊരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരുന്നു. എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാം. ആ എഗ്രിമെൻറ്റിൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായ സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് നേഷൻ, ഞങ്ങളുടെ സംഘടന, അത് ഒന്നാം കക്ഷിയായും എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ കൊറസോൺ പണാടൻ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സർവീസ് സൊസൈറ്റി ഇന്നോവേഷൻസ് എന്ന പ്രൊജക്ട് കൺസൾട്ടൻസി സ്ഥാപനത്തിനു വേണ്ടി പ്രൊപ്പറേറ്റർ
പരസ്പരം സമ്മതിച്ചെഴുതി തയ്യാറാക്കിയ ഉടമ്പടി ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ NGO കോൺഫെഡറേഷൻ മുഖാന്തരം പ്രൊജക്ട് കൺസൾട്ടൻസി ഏജൻസിയായ പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി എന്ന സ്ഥാപനത്തിന് ചെയ്തു നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ സൊസൈറ്റി ഫോർ നേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും പരസ്പരം താഴെ പറയുന്ന രണ്ട് കക്ഷികളും സമ്മതിച്ച് ധാരണയാക്കിയിരിക്കുന്നു. ഈ എഗ്രിമെന്റിനകത്ത് ഇത് നമുക്ക് വായിക്കാം. ഇതിനെ സംബന്ധിച്ച് ഞാനിത് സീക്രട്ടായിട്ടൊന്നും വയ്ക്കുന്ന ഈ ഇതിന്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഏജൻസികളുമായോ ₹1 പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. ₹1 പോലും ആരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങളുടെ 2 വീലർ വിതരണം ചെയ്യുന്ന ഘട്ടങ്ങളിൽ ആ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള പണം ഞങ്ങൾ കൃത്യമായി ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളും ഒരു ഇരയാണ്. ഇതിനകത്ത് പണം സ്വാഭാവികമായും ഞങ്ങളുടെ അടുത്ത് വന്നു ചേരും. എല്ലാ സ്ഥാപനങ്ങളും 200 സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ വെറും ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. കോൺഫെഡറേഷനിൽ അംഗമല്ല. കോൺഫെഡറേഷനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ടായി, അനന്തകുമാർജി രാജിവെച്ചു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. അതറിയാൻ ഞങ്ങൾക്ക് മാർഗമില്ല. കാരണം ഞങ്ങൾ കോൺഫെഡറേഷന്റെ ഭാഗമല്ല. ഞങ്ങളൊരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത സാഹചര്യത്തിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ള വാർത്ത വന്നു. സ്വാഭാവികമായും ഞങ്ങൾ അന്വേഷണം നടത്തി. അതിനുശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പരിപാടി നടത്തി. അതിനുശേഷം അത് ഉദ്ഘാടനം ചെയ്തത് ഉത്തരമേഖല IG ആണ്.